ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു our ചാനൽ റീക്രിയേസ് ബ്ലിസ്. നമ്മളിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ളൊരു ട്രിപ്പാണ്. അത് ആദ്യമായിട്ട് നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നടന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികളും പിന്നെ പാരൻസും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്രയും കയറാൻ പറ്റുമെന്ന്. എന്നാലും ഞങ്ങൾ പതുക്കെ കയറാമെന്ന് തീരുമാനിച്ചു. നമ്മളങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് കയറി നമ്മളിപ്പോൾ താഴെ വെള്ളമെത്തി. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു ഏരിയ ആണ്. മസ്റ്റായിട്ട് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. കാരണം നല്ലൊരു കാറ്റുണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ള പാരൻസ് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊന്നും കയറാനായിട്ട് പറ്റില്ല. പക്ഷെ ഞങ്ങൾ കുട്ടികളൊക്കെ കൊണ്ട് ഒരു രീതിയിൽ അങ്ങ് കയറി. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. വെള്ളമാണെങ്കിലും നല്ല തെളിഞ്ഞ വെള്ളം പോലെ കിടക്കുന്നുണ്ട്. ആൻഡ് മലയാണെങ്കിലും കാറ്റാണെങ്കിലും ഇത്രയും കയറി വന്നതുകൊണ്ട് ഒരിക്കലും നമുക്കത് മിസ്സായിട്ട് തോന്നില്ല. കയറി വന്നാലും കാണാനുള്ളതും എൻജോയ് ചെയ്യാനുള്ളതും ഫീൽ ചെയ്യാനൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല, ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു. അത്രയും നല്ലൊരു ആംബിയൻസ് ആണ്. ഇവൻ നല്ല വെയിലാവാറായെങ്കിൽ പോലും നമുക്ക് ആ ഒരു തണുത്ത കാറ്റുള്ളതുകൊണ്ടൊന്നും അതിൻ്റെ ഇത് ഫീൽ ചെയ്യുന്നില്ല. ഒരു ക്ഷീണം, ഒരു തളർച്ച, ഇത്ര സ്റ്റെപ്പ് കയറിയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കുറവായിട്ട് തോന്നുന്നത് 325 അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. മലകളും വാട്ടറൊക്കെ ആയിട്ട് നല്ല കാണാൻ കണ്ണിന് കുളിർമയാകുന്നൊരു അറ്റ്മോസ്ഫിയറും ഒരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ മാക്സിമം വാട്ടർ ലെവൽ എഴുതിയിരിക്കുന്നത് 355. അതൊക്കെ തോന്നുന്നത് മഴക്കാലത്തൊക്കെ ആയിരിക്കും ആ ഒരു ലെവലിലോട്ട് റീച്ച് ചെയ്യാൻ തോന്നുന്നത്.
ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ പതുക്കെ ഞങ്ങൾ ഇറങ്ങാൻ നോക്കി. കാരണം നമുക്ക് വീണ്ടും ട്രാവൽ ഉള്ളത് കൊണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ കുറേ ആക്ടിവിറ്റീസ് താഴെ ഉണ്ടെന്നുള്ളത് കേട്ടിരുന്നു. അപ്പോൾ പാർക്കോ പിന്നെ എന്തൊക്കെയോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ ഇറങ്ങായിരുന്നു. അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ സ്പീഡിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര സ്റ്റെപ്പ് ഇറങ്ങി ഇപ്പോൾ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഇത്ര വെയിലൊന്നും ഫീൽ ചെയ്യില്ല. നല്ല തണലും ഇതൊക്കെ ഉണ്ട്. നമുക്ക് പിള്ളേർക്ക് പറ്റിയ ഐസ്ക്രീം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു ആംബിയൻസ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിലും നല്ലൊരു വ്യൂ ആണ്. കുറേ പാർക്കുണ്ട് അവിടെ കുട്ടികളുടെ. പിന്നെ ഇവിടെ സൈക്ലിങ്ങും ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ആക്ടിവിറ്റീസിൻ്റെ സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, പിന്നെ ആർച്ചറി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഹായ്. നമ്മൾ വന്നത് ഒരു ഉച്ചയോട് കൂടിയാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഇവിടെയുണ്ട്. ഞാൻ കാണിച്ചു തരാം പാർക്ക്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും ഇങ്ങനെയുള്ള വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ വന്ന് വരാണെങ്കിൽ കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, പിന്നെ സിപ്പ് ലൈൻ സൈക്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും സിപ്പ് ലൈനിൽ പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു സിപ്പ് ലൈനിൽ കൂടെ പോകുന്നത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു ചെറിയൊരു ജർക്കിങ് പ്രതീക്ഷിച്ചായിരുന്നു. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എൻ്റെ ബ്രദർ മറ്റേ സിപ്പ് ലൈൻ സൈക്ലിങ്ങിനായിരുന്നു. അതും അത്യാവശ്യം നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. ഒരു നട്ടുച്ച സമയമായി, പക്ഷേ എത്ര വെയിലാണെങ്കിലും ഇവിടെ ഒരു കുളിർക്കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു വെയിലിൻ്റെ ആധിക്യം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല സുഖമാണ് ഇതിൽ കൂടെ നടക്കാനാണേലും. അപ്പോൾ ഒരുപാട് തിരക്കുള്ള ജീവിതത്തിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിശ്രമവേളകളും ദിവസങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ആൻഡ് ഇതുവരെ ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള അനുഭവമായിരുന്നു. ഇനി നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോകണം. ഒരു 22 കിലോമീറ്റർ ഉണ്ട്. പറയുകയാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പായിട്ട് വേണമെങ്കിൽ വരാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെയും കൂടെ പോകേണ്ടത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയെ തുടങ്ങാൻ പോവാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. പാർട്ട് 2 നെല്ലിയാമ്പതി കാഴ്ചകളുമായിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.
ഗുഡ് ബൈ.